ഹായ് ഹലോ കൂട്ടുകാരെ, ജോസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ കൂട്ടുകാരെ, നമുക്കിന്ന് ജോസ് വേഡിലൂടെ ഈസി ക്യാരറ്റ് മോരുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൺചട്ടി വെച്ച് മൺചട്ടി ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുക്, ഉലുവ, ജീരകം എന്നിവ പൊട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. അതിൻ്റെ കൂടെ ഉണക്കമുളക് ചേർക്കുക. അത് കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് ഇളക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ് സവോളയും പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് നല്ലോണം ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇളക്കുക. അത് നല്ലോണം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ക്യാരറ്റ് സ്ക്രേപ്പ് വെച്ചേക്കുന്നത് ചേർക്കുക. 2 വലിയ ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്ത് ചേർത്ത് 2 മിനിറ്റ് മൂടി അടച്ച് വെച്ച് വേവിക്കുക. ആവിയിൽ അത് വെന്തോളും. അത് വെന്ത് കഴിയുമ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കുക. ചോറിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ക്യാരറ്റ് മോരുകറിയാണ്. തേങ്ങ അരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാരറ്റൊന്നും കഴിക്കാത്ത പിള്ളേർക്ക് നമുക്ക് കഴിപ്പിക്കാനുള്ള ഒരു സൂത്ര വഴി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്, ഞാൻ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അത് കഴിയുമ്പോൾ നല്ല പുളിയുള്ള നല്ല കട്ട തൈര് ഒഴിക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് എത്രയാണോ അതിന് ഗ്രേവി വേണ്ട അത്രത്തോളം വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്രേവി ആയിട്ട് എടുക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുറ്റങ്ങളും കുറവുകളും ഇല്ല വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ചെയ്യുന്നതിൽ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ വളരെയേറെയുണ്ട്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. വീട്ടിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട്. തേങ്ങ അരിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജോലിക്ക് പോകുന്ന എല്ലാവർക്കും ഈസി റെസിപ്പിയാണ്, വെരി ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് പറയൂ. ബായ്.